ഡിസംബർ 2 ആഗമനകാലത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. മത്തായി 8:5-11 വരെ വാക്യങ്ങൾ. ശ്രീനാരായണ ഗുരു 1924 കേരളത്തിൽ സംഘടിപ്പിച്ച എല്ലാ മതങ്ങളുടെയും സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ വത്തിക്കാനിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച മതാന്തര സമ്മേളനം 2 ദിവസം മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തു. മതങ്ങളുടെ ശ്രേഷ്ഠമായ പഠിപ്പിക്കലുകളോടുള്ള ആദരവിൻ്റെ അഭാവമാണ് ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നകരമായ അവസ്ഥയുടെ കാരണങ്ങളിലൊന്ന് എന്ന് വത്തിക്കാനിൽ ഒത്തുകൂടിയ വിശ്വാസികളോടും പ്രതിനിധികളോടും മാർപ്പാപ്പ പറഞ്ഞു. ഇന്നത്തെ ലോകം ജനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിൽ അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. വംശീയമോ സാമൂഹികമായ ഉത്ഭവം, വംശം, നിറം, ഭാഷ, മതം എന്നിവയിലെ വ്യത്യാസങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും അക്രമത്തിൻ്റെയും സംഭവങ്ങൾ നിരവധി വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ദൈനംദിന അനുഭവം മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ദരിദ്രർ, പ്രതിരോധമില്ലാത്തവർ, ശബ്ദമില്ലാത്തവർ എന്നിവർക്ക്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ശതാധിപൻ യേശുവിനെ സമീപിച്ച് അവനോട് തൻ്റെ ദാസന് വേണ്ടി യാചിക്കുന്നത് കാണാം. യജമാനെ, എൻ്റെ ദാസൻ വളരെ രോഗിയാണ്, അവൻ തളർവാദം പിടിച്ച് വളരെ കഷ്ടപ്പെടുന്നു. ആ മനുഷ്യൻ്റെ വേദനയോടും ഭയത്തോടും യേശു ഉടനെ പ്രതികരിച്ചു. അവൻ ശതാധിപനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. എന്നാൽ യേശുവിൻ്റെ ആ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് പകരം ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ ദാസൻ സുഖം പ്രാപിക്കും. ഈ മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് യേശു ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ അനുഗാമികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇസ്രായേലിൽ ഞാൻ ഒരിക്കലും അത്തരം വിശ്വാസം കണ്ടെത്തിയിട്ടില്ല. അവൻ കൂട്ടിച്ചേർത്തു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൻ്റെ വിരുന്നിൽ ഒരു സ്ഥലം കണ്ടെത്തും. ഇസ്രായേലിയർ തങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെന്ന് വിശ്വസിച്ചു. എന്നിട്ടും അവർ പലപ്പോഴും അവരിൽ നിന്ന് അകന്നു പോവുകയും വലിയ പാപങ്ങൾ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് അന്യ ദൈവങ്ങളെ ആരാധിച്ചു. ദൈവം തൻ്റെ ഏകജാതനെ അയച്ചപ്പോൾ അവർ അവനിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. അവനിൽ വലിയ വിശ്വാസം പ്രകടിപ്പിക്കാൻ ഒരു പുറംജാതീയ വിദേശി ശതാധിപൻ ആവശ്യമായിരുന്നു. എന്തൊരു വിരോധാഭാസം! അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, അവരുടെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകം ആളുകൾ സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ തങ്ങളുടെ പൂർവികർക്കൊപ്പം അത്താഴം കഴിക്കും. വളരെ കാലമായി യേശുവിൻ്റെ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന ആശയം ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല എന്ന ധാരണ ഇന്ന് ആരും തന്നെ അംഗീകരിക്കപ്പെടുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ സർക്കിളിന് പുറത്തുള്ളവരെക്കാൾ നാം വിശുദ്ധരാണെന്ന് ഒരിക്കലും കരുതരുത്. ശതാധിപൻ്റെ കഥയിൽ കാണിച്ചിരിക്കുന്ന പോലെ
അത് മറിച്ചാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിനയാന്യതരും തുറന്ന മനസ്സുള്ളവരുമാണെങ്കിൽ നാം താഴ്ത്തിക്കെട്ടുന്ന ആളുകൾക്ക് വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ ഗുരുക്കന്മാരാകാൻ കഴിയും. അതിനാൽ താഴ്മയോടെ നമുക്ക് നമ്മുടെ സ്വന്തം അയോഗ്യതയെ അംഗീകരിക്കാം. കാരണം നാം ചിലപ്പോഴെങ്കിലും ദുർബലരും ദുഷ്ടരുമാണ്. പലപ്പോഴും നാം നമ്മുടെ വിശ്വാസത്തിൽ പതറുന്നു, പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടുകൾ നേരിടുമ്പോൾ. അതുകൊണ്ട് ഈ ശതാധിപൻ്റെ വിശ്വാസം നമുക്കുണ്ടാകാൻ നമ്മെ സഹായിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.